നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകളാകാൻ സാധ്യതയില്ലാത്തത് ഏതെന്നാണ് തന്നിട്ടില്ലേ. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ത്രികോണത്തിന്റെ വശങ്ങൾ എടുക്കുമ്പോൾ 3 വശങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ 3 വശങ്ങൾ വന്നാൽ ആ ത്രികോണത്തിന്റെ വശം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട സിമ്പിളാണ്. നമുക്ക് ത്രികോണത്തിന് 3 വശങ്ങളുണ്ട് വിചാരിക്കാം, ABC അല്ലേ. അതിൽ ചെറിയ 2 വശങ്ങളാണ് AB എങ്കിൽ ചെറിയ 2 വശങ്ങളുടെ തുക എപ്പോഴും എന്തായിരിക്കണം? മൂന്നാമത്തെ വശം അല്ലെ, മൂന്നാമത്തെ വശത്തിനേക്കാൾ എന്തായിരിക്കണം? അധികമായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റൂ, ത്രികോണത്തിന്റെ വശങ്ങൾ എന്ന് പറയാൻ പറ്റൂ. നമ്മൾ ഓരോ ഓപ്ഷൻ എടുക്കാം. അതായത് ഇപ്പോൾ 7, 8, 9 ഉണ്ട് അല്ലെ. 7, 8, 9 ആണെങ്കിൽ നമ്മൾ നോക്കാം അല്ലെ. 7, 8 കൂടിയാൽ എത്ര വരും? ചെറിയ വശങ്ങൾ 7, 8 ആണ്. 7, 8 കൂടിയാൽ എത്ര വരും? 8, 7, 15. അത് 9നേക്കാളും വലുതാണ്. അപ്പോൾ ഇതെന്താണ്? ത്രികോണത്തിന്റെ വശമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ 6, 9, 12 അല്ലെ. ചെറിയ 2 വശങ്ങൾ എന്ന് പറയുന്നത് ഏതല്ല? 6ഉം 9ഉം ആണ് അല്ലെ. അപ്പൊ 6ഉം 9ഉം കൂട്ടിയാൽ എത്ര? 9, 6, 15. അതെന്തിനേക്കാൾ കൂടുതലാണ്? 12നേക്കാൾ കൂടുതൽ. അപ്പൊ അതും എന്താണ്? ത്രികോണത്തിന്റെ വശമാണ്. അതിന് അടുത്ത് നോക്കാം അല്ലെ നമുക്ക്. അതായത് 7ഉം 8ഉം 15 അല്ലെ. ഇത് നോക്കി നോക്ക്. എന്താ? 7, 8 ആണ് ചെറിയ വശങ്ങൾ. 7, 8 കൂട്ടിയാൽ എത്ര കിട്ടും? 15 കിട്ടും അല്ലെ. അതായത് എയും ബിയും ചെറിയ 2 വശങ്ങൾ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതൽ കിട്ടുന്നില്ല അല്ലെ. അപ്പൊ ഈ 2 വശം, ഈ ത്രികോണങ്ങൾ, ഈ 3 വശങ്ങൾ എന്താവില്ല? ത്രികോണത്തിന്റെ വശമായിട്ട് വരില്ല. ഇനി അടുത്ത കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 4ഉം 5ഉം 7 അല്ലെ. 4, 5, 7 വരുമ്പോൾ നോക്ക്. ചെറിയ വശങ്ങൾ 4, 5 ആണ്. 4, 5 കൂട്ടിയാൽ 9 ആണ്. അത് 7നേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾ ഉത്തരം എന്ന് പറഞ്ഞാൽ അത് ത്രികോണത്തിന്റെ വശമായിട്ട് വരും. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ C ആയിരിക്കും. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ 3 വശങ്ങളുണ്ടല്ലോ, അതിൽ 2 വശങ്ങൾ കൂട്ടിയാൽ നിർബന്ധമായിട്ട് എന്ത് കിട്ടണം? മൂന്നാമത്തെ വശത്തിനേക്കാളും കൂടുതൽ കിട്ടണം. സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 2, 4, 10 എന്ന് വിചാരിക്കാം. ഇത് ത്രികോണത്തിന്റെ വശമാണെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ വശങ്ങൾ 2ഉം 4ഉം ആണ് അല്ലേ. 2ഉം 4ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 6 കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ മൂന്നാമത്തെ വശം എത്രയുള്ളത്? 10. അത് 10നേക്കാളും ചെറുതാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതെന്താവില്ല? ഈ 3 വശങ്ങൾ ത്രികോണത്തിന്റെ വശമായിട്ട് ഒരിക്കലും വരില്ല. ഇതാണ് നമ്മൾ ഇന്നത്തെ ചോദ്യത്തിന്റെ ആൻസർ.